അല്ലെങ്കിൽ തന്നെ ഇവിടെ വേറെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതായത് ഇപ്പം അഖിൽ മേരാർ ഇരുന്നുകൊണ്ട് എന്തോ പറഞ്ഞു എന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഇപ്പോൾ ഇസ്രായേലും പാലസ്തീനും യുദ്ധം നടക്കുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുറേ പേര് ഇസ്രായേലിനെ അനുകൂലിക്കും, കുറേ പേര് പാലസ്തീനെ അനുകൂലിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്നിട്ട് അതിനകത്ത് അതും ഈ മതപരമായിട്ട് തന്നെയാണ് ഈ അനുകൂലവും പ്രതികൂലവും ഒക്കെ വരുന്നത്. പ്രതിരോധവും അക്രമവും ഒക്കെ നോക്കുന്നത് പ്രത്യേക രീതിയിലാണ്. അല്ലെങ്കിൽ അവിടെ ഒരു യുദ്ധം നടക്കുമ്പോൾ ഇവിടെ കിടന്ന അഭ്യാസം കാണിച്ചു തന്നാൽ ഞാൻ നല്ലപോലെ അന്നും പറഞ്ഞത് ഇമാർക്ക് ഇതിൻ്റെ ആവശ്യം ഇത്, ഇവരാരാ ഇത് പറയാൻ? എന്നാൽ ഇത് അത്ര നിർബന്ധമാണെങ്കിൽ ചെല്ലറാവേ ഗാസയിൽ പോയി നിൽക്കുക, നേരെ ഇറങ്ങി അങ്ങ് നിന്നോ. ഇവിടെ പിന്നെ സംഘികളോ ക്രിസംഖികളോ കൂടെ പോയി ഇസ്രായേലിൽ ചെന്നെങ്കിൽ അടിയുണ്ടാക്കി കിടന്ന് അല്ലേ വേണ്ട. ഇവന്മാർ ഏതെങ്കിലും ഒരു ഗ്രൗണ്ടിൽ പോയോ കണ്ടത്തിലോ വല്ലതും സ്ഥലം എടുത്തിട്ട് ഇവർ തമ്മിൽ തല്ലി അങ്ങ് ചാവട്ടെ, ഇവർക്ക് യുദ്ധം ചെയ്തിട്ട് കിട്ടുന്നതാണ്. അത് ചെയ്യത്തില്ല. ഇവരിവിടെ നിന്ന് ഗുണവർത്താനം പറയുക, കുറേ പേരെ തെറ്റിക്കുക, അതിനിടയിൽ ഇച്ചിരി ആൾക്കാരെ വലിക്കാൻ പറ്റുമെന്ന് ഇവർക്ക്. ഇവർ ഈ പറയുമ്പോൾ തന്നെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യും, കുറച്ച് പേര് എതിർക്കും. ആ എതിർപ്പ് തന്നെ വലിയൊരു ഫണ്ണായിട്ട് ഇവരെടുക്കും. ഇവർക്ക് എൻ്റർടൈൻമെൻ്റ് ഇത്. അങ്ങനെ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാരെ ഭിന്നിപ്പിക്കാൻ പറ്റും. അത്രയും ഭിന്നിപ്പിക്കൽ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് നമ്മൾ പറയുകയാണ് ഇതിന് രണ്ടിൻ്റെ ആവശ്യമില്ല. അത് പോട്ടെ, ഇസ്രായേലിനെ ഇന്ത്യ എന്നൊരു രാജ്യം സപ്പോർട്ട് ചെയ്ത് കഴിയുമ്പോൾ രാജ്യം മനസ്സിലായോ നമ്മുടെ പോളിസികളൊക്കെ നോക്കിയിട്ട് ഇസ്രായേലിന് എനിക്ക് താല്പര്യമുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു കാരണമെന്ന് പറയുന്നത് ഇസ്രായേലിൽ ആരെങ്കിലും കൊല്ലപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു അയൽവക്കത്തെ ഒരു പെൺകുട്ടി, ഒരു നേഴ്സ്, അവിടെ ജോലി ചെയ്യാൻ പോയൊരു കൊച്ച് മരിച്ച്, അതിൻ്റെ വീട്ടുകാരുടെ ദുഃഖം, അനാഥരായ കുട്ടികൾ, ഒരു കുടുംബത്തിൻ്റെ മുഴുവനും ഉത്തരവാദിത്തമായിട്ട് മറ്റൊരു രാജ്യത്ത് പോയി ജോലി ചെയ്തൊരു കുടുംബം പോറ്റുന്ന ഒരാൾ മരിക്കുമ്പോൾ ആ കുടുംബത്തിലുണ്ടാകുന്ന നഷ്ടം, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നൊരു വരുമാനം നിലച്ചത് മാത്രമല്ല, അതേസമയം ആ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തം പിന്നീട് അതൊരു വലിയ ബുദ്ധിമുട്ടാകത്തില്ലേ? അപ്പം നമ്മളെങ്ങനെയാണ് ആ ഇസ്രായേലിൻ്റെ ശത്രുരാജ്യമായ പാലസ്തീനിൽ നിന്നുകൊണ്ട് ആക്രമിക്കൂ, ഞങ്ങളുടെ സഹോദരിമാരെ കൊല്ലൂ എന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരൊറ്റ സ്ഥലത്തെ എനിക്ക് പ്രശ്നമുള്ളൂ. അല്ലാതെ ഇവിടെ രാഷ്ട്രീയമോ ഇവരുടെ ഉടായ്പൊന്നും നമുക്കറിയത്തില്ല. മനസ്സിലായി? എനിക്കറിയാവുന്ന അത്രേ ഉള്ളൂ. അല്ല, എൻ്റെ ഒരു ബന്ധുവോടുണ്ട്, എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട്, എൻ്റെ എക്സ് കാമുകിമാർ ഇപ്പോൾ ചില കാമുകിമാരൊക്കെ ഉണ്ടെന്ന് പൊട്ടിക്കും. അപ്പോൾ ഒന്നാലോചിക്കും, എൻ്റെ കാമുകി അവിടെ കിടന്ന് ബോംബ് പൊട്ടിച്ചാകുന്നത് കിട്ടുമല്ലേ. അതുകൊണ്ട് ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടൊരു ബോംബ് വീണാൽ ഞാൻ ചിലപ്പോൾ ഒന്ന് ടെൻഷൻ അടിക്കും. ഞാൻ പറയാം, ഓരോരുത്തർക്കും അങ്ങനെയല്ലേ ബന്ധങ്ങൾ. ഇവിടെ എനിക്ക് അവിടെ കാമുകാരൊന്നുമില്ല. എൻ്റെ ഒരു എക്സ് ഉണ്ട്, അതവിടെ ഉണ്ട്. എക്സ് എന്നൊക്കെ പറയുന്നത് മോശമാണ്. എന്തിനാട്ടെ, അങ്ങനെ ഒരാൾ, അയാളുടെ എനിക്ക് വിരോധമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ആളൊക്കെ മരിച്ചാൽ ഞങ്ങൾക്ക് വിഷമം വരത്തില്ല. പിന്നെ പാകിസ്ഥാനിൽ എനിക്കൊരു ബോസ് ഉണ്ട്, എൻ്റെ കുവൈറ്റിലുണ്ടാകുന്ന എൻ്റെ ബോസ്. പുള്ളി ഒരു നല്ല മനുഷ്യനാണ്. അയാൾ മരിച്ചാലും വിഷമമൊക്കെ വരും, അയാൾ വളരെ മോശം, അയാൾ മരിക്കാൻ പാടില്ല എന്ത് യുദ്ധം നടന്നാലും. അതെൻ്റെ ആഗ്രഹമാണ്. അല്ലാതെ ഇവിടെ ഉള്ളവന്മാർ പറയുന്ന പോലെ അല്ല പല കാര്യങ്ങളും എനിക്ക് മനസ്സിലാകുന്നത്. ഇവർ രാഷ്ട്രീയമൊക്കെ ആയിരിക്കും, അതൊന്നും നമുക്കറിയത്തില്ല എന്തുവാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഇവിടെ ഇരുന്നുകൊണ്ട് നമ്മളാരും പാലസ്തീനും ഇസ്രായേലും തമ്മിൽ യുദ്ധമൊക്കെ നടക്കുമ്പോൾ തന്നെ മതമുണ്ട്, രാഷ്ട്രീയമുണ്ട്, രാജ്യങ്ങളുണ്ട്, ബൗണ്ടറീസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ ഇവിടെ പ്രത്യേകിച്ച് ലാഭമോ നഷ്ടമോ നേരിട്ട് ആർക്കും ഇല്ല. പക്ഷെ ലാഭം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഭിന്നിപ്പിക്കുക, ഇതൊക്കെയാണ്. ഇതിനിടയിൽ ഇപ്പോൾ അഖിൽ മാരാർ ഒരു അഭിപ്രായം പറയുന്നു. ഈ വന്ന സാഹചര്യത്തിൽ പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഇതങ്ങ് യുദ്ധം അങ്ങ് മൂത്തു, ചൈന കയറി പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് അടിച്ചിങ്ങ് വരിക. ഇവൻ്റെ വീടിൻ്റെ മുന്നിൽ 4 ചൈനക്കാർ വന്ന് നിന്നിട്ട് അവനെ അങ്ങ് വെടിവെച്ച് കൊല്ലാൻ നേരത്തെ അവൻ ഈ വർത്താനം പറയുമോ? അങ്ങനെ ചിന്തിക്കും. മനസ്സിലായേ? ശരിയാണ്, യുദ്ധം മൊത്തത്തിൽ വേണ്ട, യുദ്ധത്തോട് താല്പര്യമില്ല. പിന്നെ ഈ രാജ്യത്തിനോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. ഈ രാജ്യം ഇങ്ങനെയാണ്, മാപ്പ് നോക്കിയാണോ അതോ ഭാഷ നോക്കിയാണോ അതോ ഐഡൻറ്റിറ്റി കാർഡ് കണ്ടിട്ട് അവത്തിൽ എഴുതിയിരിക്കുന്ന രാജ്യത്തിൻ്റെ പേര് ഒന്നാണോ എന്ന് നോക്കിയിട്ടാണോ അതോ തുണി പൊക്കി നോക്കുന്നൊക്കെ ഏതോ ഒരാൾ പറയുന്ന കേട്ട് തുണി നോക്കി കഴിഞ്ഞാൽ രാജ്യം തിരിച്ചറിയാൻ പറ്റും. അത്രേ ഇന്ത്യക്കാരനാണ് തുണി നോക്കി നോക്കിയാൽ മതി, അറിയാമെന്ന്. പാകിസ്ഥാനികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് പാകിസ്ഥാനിയാണോ. അവൻ വിചാരിച്ചിരിക്കുന്ന പാകിസ്ഥാനികളെല്ലാം അവനെ പോലെ വിചാരിച്ചിട്ട് അവൻ നടന്ന് പൊക്കി നോക്കുക. ഇന്ത്യ വന്നിട്ട് ഓ നീ പാകിസ്ഥാനി ആയിരുന്നു അല്ലേ, എങ്കിൽ പിന്നെ നിന്നെ മാറ്റി എടുത്തു, പാകിസ്ഥാൻ അല്ലാത്തവരെ വെടിവെച്ച് കൊല്ലുക. അങ്ങനെ വിചാരിച്ചുകൊണ്ടാണ് തീവ്രവാദി വരുന്നത്. മനസ്സിലായില്ലേ? അതിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട്. അവരുടെ അവിടെ രാജ്യത്ത് അങ്ങനെയല്ല, എല്ലാവരും ഒരുപോലല്ലേ. ഇപ്പോൾ അറബികളാണെങ്കിലും അവരുടെ വിചാരം അങ്ങനെയാണ്. അങ്ങനെ മാത്രമല്ലല്ലോ മനുഷ്യരുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം അവർക്കുണ്ട്. അവർ നോക്കുമ്പോൾ പാകിസ്ഥാനികളല്ലാത്തവരെ കൊല്ലണമെന്ന് പറഞ്ഞ് വിട്ടേക്കുന്ന റോബോട്ടുകൾ ഇവിടെ വരുന്നു. ഇതൊക്കെ റോബോട്ട്സാണ്. നമ്മൾ വിചാരിക്കുന്നത് മനുഷ്യരാണെന്ന് വിചാരിക്കും. പക്ഷെ അത് മനുഷ്യരേ അല്ല. ആ വന്ന് കയറിയ റോബോട്ടുകൾ അവരിങ്ങനെയൊക്കെ ചെയ്തെന്ന് അറിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വന്ന് ഓരോന്ന് കാട്ടിക്കൂട്ടിട്ട് പോകുമ്പോൾ പിന്നെ ശരിയാണ്, അതിന് അപ്പുറത്ത് പോയി കുറേ സാധാരണപ്പെട്ട പാവപ്പെട്ട മനുഷ്യരെ കൊല്ലുക, യുദ്ധം ചെയ്യുക എന്നൊക്കെ പറയുന്നത് എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല. ഇവരോട് കയറിയതും കയറാതിരിക്കാനുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ ഇവരുടെയൊക്കെ കേന്ദ്രങ്ങളുണ്ട്. ശരിയാണ്. പക്ഷേ യുദ്ധം ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ ഒത്തിരി പേര് കൊല്ലപ്പെടും, കുട്ടികൾ കൊല്ലപ്പെടും, മൃഗങ്ങൾ കൊല്ലപ്പെടും, പക്ഷികൾ കൊല്ലപ്പെടും, പ്രാണികൾ കൊല്ലപ്പെടും, മണ്ണിര കൊല്ലപ്പെടും. ഇല്ലേ? അതിൻ്റെ ബുദ്ധിമുട്ട് പിന്നെ അവിടുത്തെ വൃക്ഷങ്ങളൊക്കെ അനുഭവിക്കണ്ടേ? പുല്ല് കരിഞ്ഞു പോകും. ഇല്ലേ? ശരിയല്ലേ? എന്തെല്ലാം നാശനഷ്ടം എന്ന് പറഞ്ഞാൽ അതൊക്കെ അല്ലാതെ ആൾ കെട്ടിടം പൊളിഞ്ഞു വീഴുന്ന വലിയ കാര്യമൊന്നുമല്ല. ആ കെട്ടിടത്തിനകത്തുള്ള ചിലന്തിയോ പാറ്റയോ പല്ലിയോ ആട് കെട്ടിടത്തിനകത്ത് ശരിയാ തൊഴുത്തിൽ അല്ല വേണ്ട പല്ലി, പാറ്റ, പിന്നെന്തൊക്കെയുള്ള എട്ടുകാലി, ഇതെല്ലാം കൊല്ലപ്പെടുന്നു ആ ബിൽഡിങ്ങിനകത്ത്. അല്ലാതെ എന്താ നഷ്ടം ഇരിക്കുന്നത്? കുറച്ച് കോൺക്രീറ്റ് പിടിഞ്ഞു വീഴുന്നതോ അതോ വെറുതെ എവിടെയെങ്കിലും എവിടെ പൊട്ടിയാലും ശരിയാ കേട്ടോ, പ്രശ്നമുണ്ട്, ജീവൻ എവിടെ ഉണ്ടല്ലോ. അതുകൊണ്ട് അതിനോട് എനിക്ക് വിരോധമുണ്ട്, താല്പര്യമില്ല. ഇനി ഇവന്മാർക്ക് ചാവാനാണ് ഞാൻ പറഞ്ഞത്. ഇവരെന്തിനാ ഈ സാധാരണക്കാരെ വന്ന് കൊല്ലുന്നത്? അവർ ചോദിക്കണം, ഞങ്ങൾക്ക് കൊല്ലാൻ താല്പര്യമുണ്ട്, മരിക്കാൻ താല്പര്യമുള്ളതല്ല, ഞങ്ങളെ കൊല്ലാൻ ധൈര്യമുള്ളവരുണ്ടോ, വരൂ, നമുക്ക്
കറാച്ചി വേണ്ട, അവിടെ ചെയ്ത ചിലപ്പോൾ അവർ പറ്റിക്കും. നമ്മൾ ഗ്ലാഡിയേറ്ററിനെ പറ്റിച്ച പോലെ വിഷം കുത്തി വെച്ചിട്ട് വരുത്തും. അത് വേണ്ട. വേറൊരു സ്ഥലം കണ്ടുപിടിക്കുന്നത്, ഈ നോമാൻസ് ലാൻഡ് ഉണ്ടല്ലോ, ഇന്ത്യക്കും പാകിസ്ഥാനും ബോർഡറിൽ, ആ നോമാൻസ് ലാൻഡിൽ അവിടെ എത്തുക. എന്നിട്ട് ഇവർ തമ്മിൽ, ഇവിടുത്തെ ഭയങ്കരനായ മറ്റേ മത തീവ്രവാദിയും അവിടെ നിന്ന് തുണിയൊക്കെ പൊക്കിക്കോണ്ടങ്ങ് ചെല്ലണം, ഒരു സംശയം പോലും തോന്നരുത്. അല്ലെങ്കിൽ ഒരു കൂട്ടര് അല്ലാഹു അക്ബർ എന്ന് വിളിക്കുമ്പോൾ മറ്റൊരു ജയ് ശ്രീരാമെന്നോ ഭാരത് മാതാക്കിന്ന് എന്ത് വേണം വിളിച്ചോട്ടെ, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. തുണിയൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ അവന്മാരോർക്കും വേറെ വല്ല പരിപാടിക്കാന്ന് വിചാരിച്ചിട്ട് ചിലർ കുഞ്ഞു നിൽക്കും, ചിലർ മുട്ടയിൽ നിൽക്കും. അതും പ്രശ്നമാകും, അവിടെ ലവ് സംഭവിക്കും. അത് വേണ്ട. തുണി നോക്കി കാണിക്കുന്നത് തെറ്റിദ്ധരിക്കും. കാരണം മദ്രസയിലൊക്കെ പഠിച്ചവന്മാരാണ് ഉറപ്പായിട്ടും പ്രശ്നമാണ്. ആരോ കമന്റ് ഇട്ടേക്കുവാണ്, ഒരു പോസ്റ്റ് വന്നാ ഞങ്ങൾ മദ്രസയിലെ പിള്ളേരെ ഇറക്കുമെന്ന്, ഉടനെ ഇവിടെ നിർത്തൻ, അങ്ങനെ ഞങ്ങൾ ഉസ്താദന്മാരെ ഇറക്കുമെന്ന്, മറ്റേ അവന്മാരുടെ കാര്യം തീർന്നെന്ന്. പിന്നെ കാരണം മദ്രസ പീഡനം അറിയാമല്ലോ. അങ്ങനെ ഇവന്മാരാ നോമാൻസ് ലാൻഡിൽ ചെന്നിട്ട് അല്ലട്ടെ വെടിവെക്കുവോ ബോംബിടുവോ കൊടുത്തുവിട്. ഒരു രാജ്യത്തിനെ കൊണ്ട് കൊടുക്കാവുന്ന അത്രയും ആയുധങ്ങൾ കൊടുത്തുവിട് അവർക്ക്. പക്ഷെ എനിക്ക് തോന്നുന്നു ആയുധത്തിനേക്കാളൊക്കെ രസം ഇവർ തമ്മിൽ തല്ലി ആ കലിപ്പ് തീർന്ന് ചാകുന്ന. അതാകുമ്പോൾ ഒരുത്തിനെ തല്ലി കൊന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഇവന് കലിപ്പ് തീർന്നിട്ട് ഇവന് നല്ല മനുഷ്യനായി മാറാൻ സാധ്യതയുണ്ട്. ദൂരെ നിന്ന് വെടിവെച്ച് അത്ര സുഖം കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ നമ്മുടെ സിനിമയിലൊക്കെ കണ്ടില്ലേ എത്ര തോക്കുണ്ടായാലും ഇടിച്ചു കൊല്ലുന്നത്. ലാസ്റ്റിലല്ലേ വെടിവെക്കത്തുള്ളൂ, ലാസ്റ്റിൽ ചെളിക്കകത്ത് വീണ് ചാകം കിടക്കുന്ന വെടിവെച്ച് കൊല്ലുന്നത് എമ്പുരാനെ കണ്ടില്ലേ, കണ്ടാന്ന് ഇടി കൊടുക്കുന്നത്. അത്ര ഇടിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ ഓക്കെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് തോക്ക് ഉപയോഗിക്കാം. അത്ര നേരം തോക്കും പിടിച്ച് ചുറ്റും ആൾക്കാർ ചുമ്മാ നിൽക്കുക. ഇത് ഞങ്ങളുടെ തന്നിരിക്കുന്ന വെടിവെക്കാനല്ല, ഞങ്ങളുടെ സൂപ്പർ സ്റ്റാറുകൾ ഇടിച്ച് തെറിപ്പിക്കുമ്പോൾ നോക്കി നിൽക്കാനായിട്ട് ഒരു ചെറിയൊരു ഇതിനും വേറെ വല്ലതും കൊടുക്കുന്നത്. അവന്മാർ വലിയ പഴമൊക്കെ കൊടുത്തിട്ട് നമ്മൾ തിന്നോണ്ടിരുന്നത്. അയ്യോ കഷ്ടം. എന്തിനാ അങ്ങനെയുള്ളവർ? ഇവിടുത്തെ സിനിമകളും എല്ലാം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇവരുടെയൊക്കെ ആവശ്യങ്ങൾ നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഇടിക്കണം. അപ്പോൾ ഇവന്മാരോട് പോയി തല്ലാൻ പറ. രണ്ടു കൂട്ടരും ഇവന്മാർക്കും താല്പര്യമുണ്ട്. ഇവിടെയുള്ള മുസ്ലിങ്ങളെ തല്ലി കൊല്ലുന്നുണ്ടല്ലേ, മറ്റേ ഇറച്ചി തിന്നു, മീൻ തിന്നു, എന്നൊക്കെ ചെയ്യുന്ന പറയുമ്പോൾ ഇന്ത്യക്കാരെ തന്നെ തല്ലി കൊല്ലുന്നു. വർഗീയ കലാപങ്ങൾ ഉണ്ടാകുന്നു. പള്ളി പൊളിക്കുന്നു, അമ്പലം പൊളിക്കുന്നു, പിന്നെ പള്ളി പണിയുന്നു, അമ്പലം പണിയുന്നു. കൺസ്ട്രക്ഷൻ അല്ലേ, ചിലപ്പോൾ പൊളിയും, ചിലപ്പോൾ പൊളിക്കും, ചിലപ്പോൾ പണിയും. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് കൺസ്ട്രക്ഷൻ ഈസ് എ ഡർട്ടി ബിസിനസ് എന്നൊക്കെ പറയുന്ന ഒരു സാധനമൊക്കെ കണ്ടില്ലേ. ചുമ്മാ ബിൽഡിംഗ് ഒക്കെ പൊളിക്കുക, എന്നിട്ട് പിന്നെ ആൾക്കാർ ബിൽഡിംഗ് പൊളിഞ്ഞ് ചെയ്യുന്ന തമ്മിൽ തെളിച്ചാവുക. ഇങ്ങനത്തെ ഓളത്തിലൊക്കെ ഇവിടെ നടക്കുന്നത്. ഇവിടെയുള്ള ഇന്ത്യക്കാർ വന്നത്രയും ആൾക്കാരൊന്നും തീവ്രവാദികൾക്കൊന്നും കൊല്ലാനൊന്നും പറ്റത്തില്ല. ഇവർ ആ ടാർഗറ്റ് അവർ ചെയ്യാൻ ശ്രമിച്ചാൽ നടക്കത്ത് പോലുമില്ല. കാരണം അത് സെക്യൂരിറ്റി ഉണ്ട് അവിടെ. ഒരുപാട് സെക്യൂരിറ്റി വേദിച്ചാണ് അവർ വന്ന് കൊല്ലേണ്ടത്. ഇവിടെയാണ് അങ്ങനൊന്നും ഇല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഗ്രാമത്തിൽ നിന്ന് അപ്പുറത്തെ ഗ്രാമത്തിൽ പോയി അവർ ബീഫ് നിന്നോ പശുവിൻ്റെ മൂത്രം കുടിച്ചില്ല എന്ന് പറഞ്ഞോ ഒക്കെ വേണം തല്ലി കൊല്ല. ഇഷ്ടം പോലെ വരെ കൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി താഴ്ന്ന ആളുകളെ, എതിരെടുത്ത് സ്ത്രീകളെയൊക്കെ കണ്ടിട്ടില്ലേ റോഡിലിട്ട് ബലാത്സംഗം ചെയ്ത് തുണിയില്ലാതെ ഓടിച്ച് തല്ലിക്കൊന്നു, കത്തിച്ചു. കുടുംബത്തോടെ ആൾക്കാർ ആത്മഹത്യ ചെയ്തു. കടബാധ്യത കൊണ്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്ന രാജ്യത്ത് വന്നിട്ട് പിന്നെയും ഇവന്മാർ തെണ്ടിത്തരം കാണിക്കുന്ന അവന്മാരെ വെറുതെ വിടാൻ പറ്റത്തില്ലേ? ഇവന്മാർക്ക് എല്ലാം കൂടെ അങ്ങോട്ട് പോയിക്കൂടെ? ഈ പാവപ്പെട്ടവനെ തല്ലി കൊല്ലുന്നവനും അപ്പുറത്തുനിന്ന് കയറി നുഴഞ്ഞു കയറി ഇപ്പുറത്ത് വന്ന് വേറെ കുറെ പാവപ്പെട്ടവരെ കൊല്ലുന്നവർക്കും തമ്മിൽ തല്ലിക്കൂടെ? ഇവരെന്താ ഇങ്ങനെ? ഈ ഒന്നാമത്തെ കാര്യം ഒരു ഫൈറ്റ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, അതിൻ്റെ റീസൺസ് അവർക്ക് തമ്മിൽ ഒരു ഇക്വാലിറ്റി വേണം. അതായത് കാറ്റഗറി കണ്ട് വെയിറ്റ് അങ്ങനെ ഒത്തിരി ഉണ്ട്. ഈക്വൽ ആയിട്ടുള്ളവർ തമ്മിൽ വേണം അടിക്കാൻ. അല്ലാതെ ചുറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ മംഗലത്തിൽ അടിച്ചാൽ മംഗലം പൊട്ടുമെന്ന് ഉറപ്പല്ലേ? അത് ചുറ്റികൾ തമ്മിൽ അടിക്കണം. എന്നിട്ട് അതിനകത്ത് ആ ചുറ്റിയുടെ ക്വാളിറ്റി അറിയാനായിട്ട് കുറേ പ്രാവശ്യം അടി ചെയ്യുമ്പോൾ ഒരു ചുറ്റിയുടെ പിടികൾ താഴെ പോകും. ചുറ്റി പോകുമ്പോൾ മറ്റേ ചുറ്റി ഈ ബ്രാൻഡഡ് അതിന് മറ്റേ ഇത് കൊടുക്കും, ക്രാഷ് ടെസ്റ്റോ എന്താണ് പറയുന്നത്, അത് പാസ്സായ ചുറ്റികയാണ്. ഈ ചുറ്റിയോട്ട് ഏതൊരു തലക്കടിച്ചാൽ പഞ്ചായത്ത് കൂടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്തു വിടും. കത്തി അങ്ങനെയൊക്കെയാണ്. വണ്ടികളൊക്കെ കണ്ടിട്ടില്ല ഇടിച്ച് കഴിഞ്ഞു. ഈ വണ്ടി ഇടിച്ചാൽ ഒന്നും പറ്റത്തില്ല, ബാക്കിയുള്ള വണ്ടികളെല്ലാം ഇടിച്ച് കൊല്ലാൻ ഇറങ്ങിക്കോ എന്ന് ചില കമ്പനികൾ വലിയ കാര്യത്തിൽ പറഞ്ഞേക്കാം. ഞങ്ങളുടെ വണ്ടി ഇടിച്ചാൽ കുഴപ്പമില്ല, ഇരിക്കാൻ വല്ല വഴിയുണ്ടോ? ചേടാ എന്ത് കഷ്ടമെന്ന് നോക്കിയത്. തന്നെ വണ്ടി ഓടുന്നു ഇപ്പോൾ, അതിനകത്തെല്ലാം സെൻസറുണ്ട്. ഇതിനകത്ത് വണ്ടി ഇടിപ്പിക്കാതിരിക്കാൻ ഒരു സെൻസർ ഫിറ്റ് ചെയ്തു, ഒരു സഡൻ ബ്രേക്ക് സിസ്റ്റം, അല്ല ഒരു സ്പീഡ് കൂടാത്ത രീതിയിൽ ഒരു പരിപാടി. അടുത്തോട്ട് വന്ന് അത്രയും ക്ലോസ് ആവരുത്. അതിനിപ്പം വണ്ടി ചവിട്ടണം, അതിൻ്റെ പോക്ക് കേട്ട വണ്ടിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു സെൻസർ മാത്രം പിടിപ്പിച്ചാൽ ആക്സിഡൻസ് ഇല്ലാതായത്. എന്നെ ഇതൊന്നും ഇന്നിങ്ങനെ കണ്ടുപിടിച്ചൊന്നുമല്ല, ആരും ചെയ്യത്തില്ല. പല കച്ചവടങ്ങൾ ഇതിനെ ചുറ്റിപ്പറ്റി വേറെ ഉണ്ട്, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഒരു ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ എത്ര രൂപയാണെന്നറിയോ? അത് ആർക്കാ ഒരു ആക്സിഡന്റ് പറ്റി? ആർക്കാ നഷ്ടം? അവന് മാത്രം, ബാക്കിയുള്ളവർക്ക് മൊത്തം ലാഭമാ. പിന്നെ അങ്ങ് സുഖമാ. ഒരു 2-3 ലക്ഷം രൂപ ഒരു ആശുപത്രിയിൽ എടുക്കുക എന്ന് പറഞ്ഞാൽ അത് എത്ര പേരുടെ സാലറി, എത്ര കുടുംബത്തിന്റെ അന്നമാണ് നീ ആക്സിഡന്റ്. അപ്പോൾ അതൊന്നും നമ്മൾ അങ്ങനെ നിർത്തേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? വേണേ ഊഴിച്ച് കണ്ടൊക്കെ പോയാലും ഇടി കിട്ടും. അപ്പോൾ അതുകൊണ്ട് അത് നിർത്തത്തില്ല. അതെന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഒരുത്തൻ ചത്താലും അതിൻ്റെ കിഡ്നി എടുക്കാം, ലിവർ എടുക്കാം. ഇപ്പോൾ പല ആശുപത്രിയിൽ നിന്ന് ലിവർ കിഡ്നിയും പോയിട്ട് ആൾക്കാർ തന്നെ കേസൊക്കെ ആയിട്ട് നടപ്പുണ്ട്. ചിലരൊക്കെ ഞാൻ കണ്ടു, പക്ഷേ ആ കേസൊക്കെ ഒതുങ്ങിപ്പോയി. എന്തൊക്കെയോ കോമ്പൻസേഷനൊക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെയൊക്കെ അന്വേഷിച്ച് നോക്ക്. ഇവിടെ പല നാട്ടിലുമുള്ള പല ആശുപത്രികളുടെ കാര്യം ഞാൻ പറഞ്ഞു. ചിലരൊക്കെ പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്, വാർത്തകൾ വന്നിട്ടില്ല. ചിലപ്പോൾ പറയാൻ പറ്റില്ല, വരുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ കേൾക്കാം കേട്ടോ, ഉടനെ കേൾക്കാം. നേരത്തെയൊക്കെ ഒരിടയ്ക്ക് അവയവ മാഫിയ എന്നൊക്കെ പറഞ്ഞ് ആരാണ്ടൊക്കെ വേളം വെക്കുന്നുണ്ട്. ഇപ്പോൾ വേളം നിർത്തിയിട്ടുണ്ട്, എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പോൾ അത് വീണ്ടും ചെറുതായിട്ടൊക്കെ കുത്തിപ്പൊങ്ങി വരുന്നുണ്ട്. പലരും സംസാരിക്കുന്നത് ഞാനും കേട്ടു, പലയിടത്തും ഇതൊക്കെ വരും. ഇപ്പോൾ അടുത്തതാ യുദ്ധം കഴിഞ്ഞ ഉടനെ. അപ്പോൾ ഇങ്ങനൊരു സമയത്ത് ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, യുദ്ധമാണെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് വേറൊരു നിവൃത്തിയില്ല. കാരണം നാളെ എൻ്റെ വീടിൻ്റെ മുന്നിൽ നിന്നിട്ട്
ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആരും ആയിക്കോട്ടെ, എൻ്റെ പട്ടികളൊക്കെ കൊല്ലാൻ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് തിരിച്ചൊന്നും ചെയ്യേണ്ടി വരത്തില്ലേ? അവിടെ വരെ വരുത്താവോ അവനെ? അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ എത്തിക്സ് ഒന്നും ഇല്ല. കാരണം ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. വേറെ എന്തെല്ലാം പറയാം? യുദ്ധത്തിനെതിരെ പറയാനാണെങ്കിൽ യുദ്ധത്തിനെതിരെ പറയാൻ ഞാൻ പഠിപ്പിച്ചു തരണം നിനക്കൊക്കെ എങ്ങനെ പറയേണ്ടതെന്ന്. അല്ല രാജ്യത്തിനോട് ഇത്ര വലിയ സ്നേഹമൊന്നും ഇല്ലെന്ന് പറയുന്നത് എന്തിനും കുഴപ്പമുള്ളൂ. എനിക്കങ്ങനെ വലിയ രാജ്യസ്നേഹമൊന്നുമില്ല. രാജ്യത്തൊക്കെ എങ്ങനെയാണ് സ്നേഹിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. രാജ്യം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ മാപ്പാണോ, ആ മണ്ണാണോ, അവിടെയുള്ള മനുഷ്യരാണോ, അല്ലെങ്കിൽ അവിടുത്തെ പോളിസീസ് ആണോ, അവിടുത്തെ സിസ്റ്റം ആണോ, അവിടുത്തെ ഗവൺമെന്റ് ആണോ, അവിടുത്തെ നിയമമാണോ, അവിടുത്തെ എൻവയൺമെന്റ് ആണോ, അവിടുത്തെ ജോഗ്രഫി ആണോ, അവിടുത്തെ വായുവാണോ, വെള്ളമാണോ, ഭക്ഷണമാണോ, എന്താണ്? ഇതെല്ലാം കൂടെ ഒന്നിച്ചാണ് എന്ന് പറഞ്ഞാൽ അവിടെ പ്രശ്നം വരും. കാരണം ഇതിനകത്തൊന്നും എനിക്ക് താല്പര്യമില്ല. ഇവിടുത്തെ കൾച്ചർ എനിക്ക് ഇഷ്ടമല്ല. ഇവിടുത്തെ സാമ്പത്തിക അവസ്ഥ വളരെ മോശം, വായു മോശം, വെള്ളം മോശം, പിന്നെന്തോ ആഹാരമോ, ഇവിടെ ഇത്ര പേര് പട്ടിണി കിടന്ന് മരിക്കുന്നതിനിടയില്ല. പിന്നെ ഈ പറഞ്ഞ രാജ്യത്ത് ഈ കൊല്ലും ഒരാൾ സേഫ് അല്ലെന്നേ. നമ്മളൊക്കെ ഇവിടെ സേഫാന്ന് പറഞ്ഞാൽ ചുമ്മാ വിചാരിച്ച് നടക്കുക. നമ്മൾ ആരും സേഫ് അല്ല ഇവിടെ. അല്ലാതെ തന്നെ സേഫ് അല്ല. തീവ്രവാദി വരണ്ട. ഇവിടെയൊക്കെ നമ്മൾ ആരും ഏത് സമയത്തും കൊല്ലപ്പെട്ടതാണ് കണ്ടത്. അത് ബോർഡറിലാണെങ്കിലും അതിന് ഇപ്പുറത്താണെങ്കിലും അതിന് അപ്പുറത്താണെങ്കിലും തീവ്രവാദി ആണെങ്കിലും വേറെ ഏതെങ്കിലും തരത്തിൽ വല്ല കുറുവാസംഘമാണെങ്കിലും ഒരുപാട് പേര് കൊല്ലപ്പെട്ടില്ലേ? എന്ന് സ്വന്തം മക്കൾ തന്നെ പേരൻസിനെ തല്ലി കൊന്നില്ലേ? അതാണ് നമ്മുടെ രാജ്യം. അതാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവസ്ഥ. പീഡിപ്പിച്ച് കൊല്ലുന്നില്ലേ? അയ്യോ രാത്രിയിൽ ഇറങ്ങി നടക്കാൻ പറ്റുമോ പെണ്ണുങ്ങൾക്ക്? ഇപ്പോൾ ആണുങ്ങൾക്ക് നടക്കാൻ പറ്റുന്നില്ല പറഞ്ഞിട്ട്. എന്തെങ്കിലുമൊക്കെ പോയ ഉടനെ പിന്നെ കൊലപാതകം സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ പോലീസുകാർ പിടിച്ച് അകത്തിട്ട് ഫോട്ടോ എടുക്കും, CI ഒക്കെ. എന്നിട്ട് വാർത്ത കൊടുക്കും, അറസ്റ്റ് ചെയ്തു, ഒളിവിലായിരുന്നു, ഇവൻ ഭയങ്കര എന്നൊക്കെ പറയുന്നതൊക്കെ പോലീസൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ പിന്നെ പോലീസ് അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഏത് രാജ്യത്തിനോടാണ് എന്താണ് താല്പര്യം? ഒരിക്കലും പാകിസ്ഥാനോട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ എന്നാൽ എനിക്ക് കൂടുതൽ താല്പര്യമുള്ള രാജ്യങ്ങൾ വേറെ ഉണ്ട്. അങ്ങോട്ടൊക്കെ പോയാൽ കൊള്ളാമെന്ന് പലരും ഇവിടെ ഓടി പോവുകയും ചെയ്തു. മറ്റു രാജ്യങ്ങൾ നല്ലതാണെന്ന് എഴുതിയിട്ട്. പോട്ടെ, ഇവിടെ നിന്ന് ഞാൻ ജോലിക്ക് പോയത് ഗൾഫിലാണ്, അറബി രാജ്യം, മരുഭൂമി. എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ഇച്ചിരി ഭേദപ്പെട്ടത് നല്ലൊരു ഉടുപ്പോ, നല്ലൊരു ഫോണോ, അല്ലെങ്കിൽ നല്ല ആഹാരമോ, നല്ലൊരു വാഹനമോ ഒക്കെ എനിക്ക് മേടിക്കാനും എടുക്കാനൊക്കെ പറ്റിയത് മറ്റൊരു രാജ്യത്ത് പോയി അടിമയെ പോലെ ജോലി ചെയ്തപ്പോഴാണ്. അവിടുന്ന് എന്നിട്ട് ആൾക്കാർ നമ്മൾ കളിയാക്കി വിളിക്കും, നീ അറബിയുടെ അണ്ടർവെയർ അലക്കുവാണോ, അണ്ടർസ്കേർട്ട് അലക്കുവാണോ എന്നൊക്കെ ചോദിക്കുവാണ്. അതാണ് എൻ്റെ രാജ്യം. എൻ്റെ രാജ്യത്ത് നിന്ന് പുറത്തു പോയാൽ അങ്ങനെയൊക്കെ ആൾക്കാർ എൻ്റെ രാജ്യത്ത് നിന്ന് എന്നെ ചോദിക്കും. അപ്പോൾ ഞാൻ നാണം കിടും. എന്നിട്ട് എൻ്റെ ഭാര്യയെ ഗൾഫുകാരൻ്റെ ഭാര്യയെ പോലെ കാണും. പട്ടാളക്കാരൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവന്മാരെല്ലാം കൂടെ പൊക്കി പിടിച്ചു പട്ടാളക്കാരൻ്റെ ഭാര്യ ഇവിടെ ഉള്ളവന്മാർ കാണുന്നത് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലേ? സിനിമകളിൽ കണ്ടിട്ടില്ലേ? അല്ലെങ്കിൽ പട്ടാളക്കാരൻ്റെ ഭാര്യയെ പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ പലതും? അതാണ് ഈ രാജ്യം. അത്രയ്ക്ക് അതപ്പത്തിച്ച ഈ നായിൻ്റെ മക്കളെ തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ പാവപ്പെട്ടവൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ ബീഫ് തിന്നു എന്ന് പറഞ്ഞിട്ട് തന്നെ തല്ലിക്കൊല്ലുന്നവനെ സംരക്ഷിക്കുന്നില്ലേ പട്ടാളം? അവൻ്റെ തന്നെ ഭാര്യയെ ഇത്രയും അവമാനിക്കുന്ന രീതിയിൽ പെരുമാറുന്നവന്മാരെ അയാൾ പ്രൊട്ടക്ട് ചെയ്യുന്നില്ലേ ഈ പട്ടാളം? അവരോട് റെസ്പെക്ട് ഉറപ്പായിട്ടും വേണം. അവർ ഈ പറഞ്ഞ പോലെ ഗൾഫിലൊക്കെ പോകുന്ന മലയാളിയും പട്ടാളത്തിൽ പോകുന്ന മലയാളിയും മലയാളം തന്നെ ലോകത്തോടെ എടുത്താൽ പോയാലും അവൻ എന്തെല്ലാം ത്യജിച്ചു അല്ലേ? അവൻ ശരിയാ ജോലിയായിരിക്കും, പൈസ കിട്ടുന്നുണ്ടാവും. പക്ഷേ ഈ ഇമോഷൻസ് എന്ന് പറയുന്ന സാധനം എവിടെ കൊണ്ട് കളയും? അയാളുടെ സ്നേഹം എന്ത് ചെയ്യും? അയാൾ ഈ പറഞ്ഞ പോലെ മാപ്പിനെ സ്നേഹിക്കുന്ന ആളാണെന്ന് വിചാരിച്ചേ? അങ്ങനൊന്നുമല്ല. അത്രയും അവിടെ പോയി നിൽക്കുന്നവനെ കളിയാക്കുകയോ ചെയ്യുന്ന ഈ നാറികൾ. പോട്ടെ, ഇവിടെ വന്നപ്പോൾ പോലീസ് സ്റ്റേഷനിൽ ഇടിക്കുന്നുണ്ടോ പട്ടാളക്കാർ? തെണ്ടികൾ, ഉളുപ്പില്ലാത്തവന്മാർ. എന്നിട്ട് അവന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് പട്ടാള സ്നേഹം കൂടുവന്ന് ഇവിടെ ഇരിക്കുന്ന നാറികൾക്ക്. അതല്ല പട്ടാള സ്നേഹം. ഇതാണോ രാജ്യസ്നേഹം? അത്ര തെണ്ടിത്തരൊക്കെ ഞാൻ പറയാറുണ്ട്. അതിനൊക്കെ കേസെടുക്കുന്ന എടുക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഇത്തിരി തെണ്ടിത്തരം കാണിച്ചവന്മാരെ പറയണ്ടേ? ഇതൊരു തെണ്ടിത്തരം ആർക്കും തോന്നില്ലേ? രാജ്യസ്നേഹം കൊണ്ട് വരും ഇടയ്ക്ക് പെട്ടെന്ന്. യുദ്ധം ഉണ്ടാകുമ്പോൾ പാകിസ്ഥാനിലുള്ള 100 പേരെ കൊല്ലുമ്പോഴല്ല രാജ്യസ്നേഹം ഉണ്ടാകേണ്ടത്. അതെന്ത് രാജ്യസ്നേഹം? അല്ലാത്തപ്പൊക്കെ വേണം. രാജ്യത്തിനോടല്ല സ്നേഹം, മനസ്സിലായോ? അങ്ങനെ ഒരു സ്നേഹമില്ല. അങ്ങനെ മനുഷ്യനോട് സ്നേഹിക്കാൻ പഠിക്കണം ആദ്യം. പിന്നെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന സകല ജീവജാലങ്ങളെ ഒന്ന് സ്നേഹിച്ച് നോക്ക്, അപ്പോൾ അറിയാം അതിൻ്റെ വ്യത്യാസം. അല്ലാതെ പിന്നെ ഈ പറഞ്ഞാൽ തിന്നാൻ വഴി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ശരിയാ കോഴിയെ തിന്നൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ പശുവിനെ കാണുമ്പോൾ പശുവിനോട് വിരോധം ഉള്ളതുകൊണ്ട് അല്ലേ? എന്തൊരു അവസ്ഥ ഇത്, എന്തൊരു ഗതികേട്. അതൊക്കെ വർഷങ്ങളായിട്ടുള്ള ഫുഡ് സൈക്കിളിൽ പെടുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഒന്നും തിന്നാൻ പറ്റുന്നത് നമ്മൾ പട്ടിണി ചത്തുപോകും. മറ്റേത് അങ്ങനെയാണോ? ഇവർ തീവ്രവാദി എന്ന് പറഞ്ഞാൽ എനിക്ക് അകത്ത് വരുമെന്ന് കൊല്ലേണ്ട കാര്യമുണ്ടോ? അവൻ ചത്തു പോവോ? അല്ലെങ്കിൽ എല്ലാം വേണ്ട, ബീഫ് കഴിച്ചു എന്ന് പറഞ്ഞ് ആരോപിച്ച് ഒരു പാവപ്പെട്ട മനുഷ്യനെ തല്ലിക്കൊന്നില്ലെങ്കിൽ ഇവന്മാർ ചാവോ? ഒന്നും ഇല്ലല്ലോ. അതങ്ങ് ഒഴിവാക്കി ഇവിടെ എന്തോ നടക്കാൻ പോകുന്നത്? ഇവൻ പട്ടിണി കിടന്ന് ചത്തോ? അല്ലെങ്കിൽ ഇവന്റെ കടം മാറിയോ? അതോടെ ഈ പണി ചെയ്ത് ഒന്നും ഇല്ലല്ലോ. വേറെ തന്നെ ജീവിതം തകർക്കുന്ന പരിപാടി അറ്റൻഡ് ചെയ്യുന്നു. ഒരു തെണ്ടിയെ നമ്മൾ എന്തിനാ വെറുതെ തെണ്ടിയെന്നല്ലാതെ പിന്നെ എന്തിനെ വിളിക്കും, എന്ത് വിളിക്കും? എല്ലാം ഒരുപോലെ തന്നെയാണ്. ഈ കാണിച്ചവനും ആ കാണിച്ചവനും ഒന്നാണ്. ഇവനെല്ലാം രാജ്യദ്രോഹികൾ തന്നെയാണ്, മനുഷ്യനോട് സ്നേഹമില്ലാത്തവനാണ്. ഈ പറഞ്ഞ പോലെ കൊലപാതകം ചെയ്യുന്നവരൊക്കെ അങ്ങനെയൊക്കെ തന്നെ. ഇത് അവിടെ ഒരുത്തം പുറത്തുനിന്ന് വന്നാലും ഇവിടെ അകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലി ചത്താൽ ഈ കൊല്ലുന്നവൻ എപ്പോഴും തീവ്രവാദി തന്നെയാണ്. അത് ആരായാലും അതിന് ജാതി മതവും വ്യത്യാസമാണ്. തുണി ഒന്നും നോക്കി കാണിക്കണ്ട. തുണി നോക്കി നോക്കുമ്പോൾ മനസ്സിലാവുന്ന തീവ്രവാദിയൊന്നുമല്ല. അതുകൊണ്ട് മനസ്സിലാക്കിക്കോ. എന്തൊരു വിവരക്കേടാന്ന് നോക്കിക്കോണേ. ഈ മണ്ടന്മാരെല്ലാം കൂടെ കൂടി രാജ്യത്തെ ഉണ്ടാക്കാൻ നോക്കുക. ആദ്യം നീ നിന്റെ തൊഴിൽ ശരിക്കും ചെയ്യാൻ പഠിക്കും. ഒരു കാര്യം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു ആത്മാർത്ഥയോട് ചെയ്യും. അല്ലാതെ എന്ത് സ്നേഹം ഇതിമ്മ പ്രകടനങ്ങളാണ്. പിന്നെ അങ്ങോട്ട് ഓരോരുത്തരും ഇറങ്ങി കാണിച്ചു കൂട്ടുക. അതിനവിടെ ഈ പറഞ്ഞാൽ എന്തോ ഉടായ്പ കാണിച്ചിട്ടേ വന്നേക്കുന്നത്. എന്ത് ഉടായ്പ കാണിച്ചിരിക്കുന്നത് നമുക്ക് അറിയത്തില്ല. കുറച്ച് കഴിയുമ്പോൾ അറിയത്തുള്ളൂ ഇവന് ഉടായ്പാണെന്ന്. എന്നിട്ട് അവന്മാർ ഇതിനു മുമ്പ് ഈ രാജ്യസ്നേഹം പറഞ്ഞു നടന്നവനും എല്ലാം ചെയ്യുന്ന പണി ഇതൊക്കെയാണ്. ഞാൻ വെറുതെ പറയുമല്ല. നിങ്ങൾ ഈ ഗൾഫുകാരൻ്റെ ഭാര്യയെന്നും പട്ടാളക്കാരൻ്റെ ഭാര്യയെന്നും പരസ്യം അനുഗ്രഹിക്കണം, പരസ്യം ഇപ്പോൾ യുദ്ധമൊന്നും ഇല്ലെന്ന് പറഞ്ഞ കോമഡിയൊക്കെ ഇവിടെ കണ്ടിട്ടില്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത് കണ്ട് ചിരിച്ചില്ലേ? എല്ലാവരും എന്തോ ഉദ്ദേശിച്ചത്? ആ പട്ടാളക്കാരനെ കോമഡിയാണ്. അത് തെണ്ടിത്തരമൊക്കെ കാണിച്ചില്ല. ഇവിടെ എത്രയോ കഥകളുണ്ട്, എത്രയോ സിനിമകളുണ്ട്. അതെന്താണ്? അത് ഈ നാടിൻ്റെ കൾച്ചറാണ് അത്. പിന്നെ ശരി, ആ പട്ടാളക്കാരൻ വല്ലപ്പോഴും വരാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ സിറ്റുവേഷനൊക്കെ മാറ്റിയിപ്പോൾ
ഇടയ്ക്കൊക്കെ ഇവർക്ക് ലീവും കൊടുത്ത് ഇവരെ അങ്ങനെ അവിടെ ഒരു കുഴപ്പമുണ്ട്, ആ ഒരു മാനേജ്മെന്റ് ഒരു കുഴപ്പമുണ്ട്. പട്ടാളത്തിനെ മാനേജ് ചെയ്യുന്ന രീതിയൊന്നും എനിക്കിഷ്ടമല്ല. അങ്ങോട്ടൊന്നും ഞാൻ പോകാത്തതുകൊണ്ട് എനിക്ക് ഇടയ്ക്കൊക്കെ ഇവിടെയൊക്കെ വരണം, നടക്കണം, പ്രകൃതി, ഭാര്യ, കാമുകി എന്നൊക്കെ പറഞ്ഞ് തോന്നലൊക്കെ ഉണ്ടാവും. അല്ലാതെ അവിടെ വന്നാൽ ചിലപ്പോൾ ശരിയാകത്തില്ല. അതൊരു പ്രശ്നം കേട്ടോ. അത് എല്ലാവർക്കും ഒരുപോലല്ല. പലർക്കും പല ഗ്രേഡിലുള്ളവർക്ക് അവധി കിട്ടുന്നതിന് ബുദ്ധിമുട്ടാണ്. ഗൾഫിൽ പോകുന്ന പോലൊക്കെ തന്നെയാണ്. ഗൾഫിൽ പോയാൽ പിന്നെ ഒന്നും ഇല്ലെങ്കിൽ അവിടെ അടിമയാണെങ്കിലും തോന്നും. ഇവിടെയാണ് എന്താണ് കുറച്ചുകൂടെ മര്യാദ ആയിട്ടുണ്ട്. പഴയതുമല്ല, പണ്ടൊക്കെ ഭയങ്കര പാടാണ്. ഇവർ പോയി കഴിഞ്ഞാൽ ലീവിനൊക്കെ വരുന്ന ഭയങ്കര വലിയൊരു ലീവാണ്. പട്ടാൾക്കാരൊക്കെ വരുന്നതൊക്കെ പാട്ടൊക്കെ പാടി എന്താ മാമലകൾക്കപ്പുറത്ത് മരതകൾ പട്ടുടുത്ത് മലയാളം എന്നൊരു നാടുണ്ട്, കൊച്ച് മലയാളം എന്നൊരു നാടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി. ആ പാട്ടല്ല എന്നാലും ഏത് പാട്ട്, അത് അങ്ങനത്തെ പാട്ടാണോ? എന്താണ് അങ്ങനെ അവരവരുടെ കുടുംബത്തെ കാണാൻ വരുന്ന ഒരു പട്ടാളക്കാരനോട് കാണിക്കാവുന്ന ഏറ്റവും നല്ല റെസ്പെക്റ്റാണ് ഈ പറഞ്ഞ പോലെ. അവൻ അവിടെ ഇല്ലാത്ത സമയത്ത് അവൻ്റെ അമ്മയോ പെങ്ങളോ ഭാര്യ ആരാണേലും ഇച്ചിരി ഓവറായി ഫ്രീഡം എടുക്കുന്നത്. നമുക്കിവിടെ ഫ്രീഡം എന്നല്ല, അത് പറയാൻ പോയാൽ ലിബർട്ടി റെഗുലേറ്റഡ് ഫ്രീഡമേ ഉള്ളെന്ന്. അങ്ങനത്തെ ചില ആളുകളുണ്ട് ഇവിടെ. അവരെയും കൂടെയാണ് ഈ പട്ടാളം സംരക്ഷിക്കുന്നത്. ഇവനൊക്കെ ചെന്ന് കയറുമ്പോൾ ആ വീട്ടിലിരിക്കുന്ന ആ പെൺകുച്ചിനെ കാണുമ്പോൾ അവൻ്റെ അപ്പൻ പട്ടാളത്തിലാണോ എന്ന് ചോദിച്ചിട്ടൊന്നും ആയിരിക്കത്തില്ല കേട്ടോ ഇതെന്ന് പറയുന്നത്. വലിയ രാജ്യസ്നേഹം കാണിക്കുന്നു. ഇവനെയൊക്കെ ഒന്ന് അകത്തിടാവും പിടിച്ച് ആദ്യം ഇത്തിരി തെണ്ടികളെ, എന്നിട്ട് വാ ചെറുത്താൻ്റെ റൂമിലൊക്കെ MDM വേണ്ടോ എന്ന് നോക്കാൻ. അല്ലെ വേടെന്ന് പറഞ്ഞവനെ പിടിച്ച് അകത്തിടുന്നതൊക്കെ ഈ പ്രശ്നമില്ലേ, അവനൊന്നും തൊടാൻ പോലും പറ്റിയില്ലോ നിനക്കൊക്കെ. അത് കൊള്ളാം. അതൊക്കെ പിന്നെ രാജ്യസ്നേഹമായിട്ട് ബന്ധപ്പെട്ട വല്ലതാണോടെ നിങ്ങൾ ഒഴിവാക്കുന്നത്? അതോ ഉന്നത പോലെ ജാതനാണെന്ന് വല്ലതും തോന്നിയോ? കാശ് കിട്ടുമ്പോൾ മറിയുന്നവന്മാരും കൈക്കൂലി മേടിച്ച് കള്ളക്കേസ് ഉണ്ടാക്കുന്നവന്മാരും കൈക്കൂലി മേടിച്ചിട്ട് ഈ നാട് മൊത്തം വിറ്റ് മുടിക്കാൻ പോലും മടിയില്ലാത്തവന്മാരായിരിക്കുന്നു. ഇവിടെ ബഡ്ജറ്റൊക്കെയാണ് മുങ്ങുന്നത്. അത് ബഡ്ജറ്റൊക്കെ വല്ലാത്ത രീതിയിൽ ഉണ്ടാക്കി വെച്ചേക്കുക. അതിൻ്റെ പേരില്ല ഇവിടെ അടി. എത്രയോ കോടികളുടെ അഴിമതി. ഈ കോടികളുടെ അഴിമതി നടത്തുന്നത് രാജ്യസ്നേഹമാണോ? കൈക്കൂലി പിടിക്കുന്നത് രാജ്യസ്നേഹമാണോ? എല്ലാം താറുമാറായി കിടക്കുന്ന രാജ്യമല്ലേ അപ്പം അങ്ങനെ നോക്കിയാൽ. വേസ്റ്റ് മാനേജ്മെന്റ് എന്ന സാധനം കേരളം അറിയത്തില്ല. എങ്ങനെയാണ് ആർക്കും അറിയത്തില്ല, ഒന്നും പഠിക്കാനുമില്ല, അതിനെപ്പറ്റി അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ഏതാണ്ടൊക്കെ ചെയ്യുക, വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിക്കിട്ട് കത്തിച്ചെന്ന് കഴിഞ്ഞിടയ്ക്ക്. അതെന്ത് തരും രാജ്യസ്നേഹമാണ്? പിന്നെ അഖിൽമാരാർ പറഞ്ഞതാണ് കുഴപ്പമെങ്കിൽ അഖിൽമാരാർ അങ്ങനെ പറയേണ്ട കാര്യമില്ലെന്നേ ഉള്ളൂ. അല്ലാതെ ഇതൊരു ഭയങ്കര പ്രശ്നമാണ്, ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം അഖിൽമാരാറാണ് എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. ഈ നാറികളും ഈ കൊടുത്തവന്മാരാരാ? ഇവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു? ഈ കൊടുക്കുന്ന ആൾക്കാർ ഇവനെതിരെ പരാതി കൊടുക്കുന്നു. അവരെന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ രാജ്യത്തിന് വേണ്ടിയിട്ട്? പറയാൻ പാടില്ലെന്നേ ഉള്ളൂ കേട്ടോ. ഈ കാണിച്ചു കൂട്ടിയതെല്ലാം നമ്മൾ കണ്ടല്ലോ. ഇവിടുത്തെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന കാര്യമില്ലേ? ഇവിടെ ആൾക്കാർ ചെയ്യുന്ന കാര്യമല്ല ഇതൊക്കെ. അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കെട്ടിക്കുന്നു. എന്നിട്ട് ടെലിഫോണിൽ കൂടെ വിവരം വിളിച്ചുകൊണ്ടിരിക്കുക. CBIയിൽ നിന്നോ ജഡ്ജിൽ നിന്നോ ഫോൺ വന്നാൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. അതൊരു സൈബർ തട്ടിപ്പുകാരനാകാവുന്ന. അയ്യോ എൻ്റെ രാജ്യമേ. എന്നിട്ട് ഇതിനിടെ കുറെ മതം ഗോൺ എന്തെല്ലാം കൊള്ളാം, നല്ല രസമുണ്ട്. എല്ലാവരും നല്ല ആൾക്കാരും രാജ്യസ്നേഹികളും ആകുമ്പോൾ